അല്ല, അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് തരൂര് തെരഞ്ഞെടുപ്പ് ദിവസം പറയാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം തന്നെ ബോധവാനാണെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാനൊരു ന്യായമായിട്ടുള്ള കാര്യമല്ലാതെ പറയാൻ പറ്റുള്ളൂ. 15-ൽ കുറയില്ല, 15,000-ൽ കുറയില്ല. പിന്നെ കാണണ്ടല്ലേ, 21-ാം തീയതി നമ്മൾ കാണണ്ടല്ലേ. മറ്റൊരു ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും പുറത്തു വരികയാണ്. അതായത് രാജ്ഭവനിലെ പരിപാടികളിൽ മന്ത്രി ശിവമുഖ് ഇറങ്ങി വരുന്നു, സർക്കാർ അതിന് യോജിക്കുന്നില്ല എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഗവർണർ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം തന്നെയാണ് കളിക്കുന്നത്. കേരള ഗവർണർ വന്നപ്പോൾ മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില സന്ദർശനങ്ങളും ചില പ്രകടനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അത് തെളിഞ്ഞ് വരികയാണ്. അതിലെ എല്ലാ എതിർപ്പും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു വേദിയാകാൻ പാടില്ല. രാജ്ഭവൻ ഒരിക്കലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയാകാൻ പാടില്ല. ഈ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നത് സമീപകാലത്ത് വന്ന ഒരു പ്രവണതയാണല്ലോ. അദ്ദേഹം പരിപാടികൾ അറ്റൻഡ് ചെയ്യല്ലേ, അദ്ദേഹം പരിപാടികളുടെ സംഘാടകനായിട്ട് മാറണം. അങ്ങനത്തെ ഒരു ഓഫീസാണോ അത്? എന്നിട്ടത് വിവാദത്തിലേക്ക് കൊണ്ടുകൊണ്ടുണ്ടോ? അത് മനഃപൂർവ്വമാണ് ആ വിവാദം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ 21-ന് കാണാം. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ശശി തരൂരിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല. ശശി തരൂർ തന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ദിവസം താൻ അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 15,000 വോട്ടിൽ കുറയില്ല ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിൻ്റേത് എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ കൂടുതൽ പറയുന്നില്ല. 15,000-ന് താഴേക്ക് പോവുകയില്ല ഭൂരിപക്ഷം എന്ന ആത്മവിശ്വാസ പ്രകടനമാണ് KPC അധ്യക്ഷൻ നടത്തിയത്.